നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഉണക്കമീൻ വറക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഉള്ളി ഇട്ടിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിന് ആവശ്യമുള്ള ചെറുള്ളി നമുക്ക് തൊലിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര തൊലിച്ചെടുത്തോ. ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ തൊലിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഉണക്കമീൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ വെട്ടിയ പീസ് മേടിക്കില്ലേ, ആ മീനാണ്. എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ കടയിൽ പോയപ്പോൾ ആ മീൻ മേടിച്ചതാണ്. അപ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ നമ്മൾ നേരാക്കി ഇപ്പോൾ എടുത്തു. കുറച്ചും കൂടി വൃത്തിയാക്കി എടുക്കാനുണ്ട് ഉള്ളി. ചില ആൾക്കാരൊക്കെ ഉള്ളി ഇട്ടിട്ടാണ് മീൻ വറക്കുക. എല്ലാവരും ഇടുന്നവരില്ല ഉള്ളി. പക്ഷെ എനിക്കിഷ്ടമാണ് ഉള്ളി ഇട്ടിട്ട് മീൻ വറക്കുന്നത്. അതിൽ ഉള്ളിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ മീൻ. ചെറിയൊരു കഷ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കണുള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ അപ്പോൾ നമ്മൾ എടുക്കണുള്ളൂ. അപ്പോൾ അത് വെള്ളമൊഴിച്ച് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പം അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിട്ട് മുക്കി വയ്ക്കുക. പിന്നെ കുറച്ച് നമുക്ക് ഉപ്പ് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് പേപ്പർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ന്യൂസ് പേപ്പർ ഇല്ല, അപ്പം ഞാൻ സാധാ ബുക്കിൻ്റെ പേപ്പറാണ് ഇപ്പോൾ ഇട്ടത്. അപ്പോൾ കുറച്ച് നേരം മുക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഉപ്പ് പോവും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അത് നല്ല ഉപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഉപ്പ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. എനിക്കിപ്പോൾ അധികം ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. പിന്നെ നമുക്ക് ഈ ഉള്ളി ഇതൊക്കെ രണ്ടാക്കി എടുക്കുക. നടുവ് മുറിച്ചെടുക്കുക. എല്ലാ ഉള്ളിയും നടുവ് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉപ്പും മുളകൊക്കെ പിടിക്കാനൊക്കെ എളുപ്പമാവും. പിന്നെ മുളകും വെറുതെ നടുക്ക് മാത്രം ഒന്ന് കീറിയെടുക്കുക. അതിലും അതുപോലെ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ വല്ലാണ്ട് ഉപ്പ് നമുക്ക് ഇതിലോട്ട് വരില്ല. മീനിലോട്ട് ഉപ്പ് അധികം ഉണ്ടാവില്ല, ഇതിലോട്ട് പോവും. അപ്പോൾ ഇത് കുറച്ച് നേരം ഞാൻ വെച്ചിട്ടുള്ളൂ. പിന്നെ ഞാനതെടുത്തു. ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് വെക്കുകയെന്നുണ്ടെങ്കിൽ കുഴയൊക്കെ ഉപ്പ് പോയി കിട്ടും. പിന്നെ അത് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെറുതാക്കിയിട്ട്. നമുക്ക് നല്ല ചെറുതാക്കി മുറിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അധികം അവിടെ ഉപ്പുണ്ടാവില്ല. നമ്മൾ വലിയ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉപ്പുള്ള പോലെ തോന്നും. പിന്നെ ഞാനിത് കൂടുതലും കറിയിലൊക്കെ ഇടും. കറിയൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പ് അധികം ഉണ്ടാവില്ല കറി വയ്ക്കുമ്പോൾ. അപ്പോൾ ഞാനിത് ഇത്ര പോകുന്നൊരു കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഗ്യാസ് കത്തിച്ച്, അപ്പോൾ ഇത് മാത്രമല്ല, അപ്പോൾ കുറച്ച് പപ്പടം വറക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, എണ്ണയല്ല ഞാൻ ഒഴിച്ചിരിക്കുന്നത്, ഓയിലാട്ടോ. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പപ്പടമൊക്കെ ഒന്ന് മുറിച്ചിട്ടാണ് വറക്കണത്. അപ്പോൾ പപ്പടമൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. നമുക്ക് പപ്പടമൊക്കെ എടുക്കാം, കോരിയെടുക്കാം. ഞങ്ങൾ പപ്പടമൊക്കെ എടുത്തു. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈര് മുളകാണ്. അത് നമ്മുടെ വീട്ടിൽ പശുവുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പശുവുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ തൈരൊക്കെ ഉണ്ടാക്കും. അപ്പം നമ്മളത് വെച്ചിട്ടാണ് ഈ മുളക് ഉണ്ടാക്കിയിരിക്കുന്നത്, തൈര് മുളക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, ഉണക്കിയെടുത്താണ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ തൈര് മുളകും അത്യാവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്കമീൻ വറുക്കാനുള്ള സാധനമൊക്കെ ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇടാറുണ്ട്. പിന്നെ
മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി. ഞാൻ ഇത്തിരി മുളക് പൊടി ഇട്ടു, പക്ഷേ എനിക്ക് എരിവ് പോരാ തോന്നി, പിന്നെയും കുറച്ചും കൂടി ഇട്ടു. ഞാൻ പിന്നെയും കുറച്ചും കൂടി ഇട്ടു. അപ്പോൾ പിന്നെ അതാ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണക്കമീൻ ഇടുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് പിടിക്കും എല്ലാത്തിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നത്. ഉപ്പിടേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് ഉപ്പുണ്ടല്ലോ നല്ല പോലെ. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പൂച്ചയും പട്ടിയൊക്കെ ഉണ്ട്, അത് കാരണം കൊണ്ടാണ് അതിൻ്റെ സൗണ്ട് എപ്പോഴും കേൾക്കും വീഡിയോ എടുക്കുമ്പോൾ. പൂച്ച, പട്ടി, കോഴി, ആട്, പശു എല്ലാം ഉണ്ട്. അത് കാരണം കൊണ്ട് എപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും അവരുടെ സൗണ്ട് കേൾക്കും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മുളകും പപ്പടവും വറുത്ത എണ്ണയിൽ തന്നെയാണ് ഈ മീനും വറക്കുന്നത്. അപ്പോൾ എണ്ണ ഞാൻ മാറ്റിയിട്ടില്ല, നമ്മളിപ്പോൾ ഒഴിച്ച എണ്ണ തന്നെയല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് മാറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ അതിനകത്തൊന്നും കൂടി എല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് നേരം എന്തായാലും ഒന്ന് വേവുന്നവരെ കുറച്ച് നേരം നമ്മൾ ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചാൽ മതി, അപ്പോൾ ഒന്ന് വെന്ത് കിട്ടും. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ റെഡിയായി. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം കഞ്ഞിയും പപ്പടവും ഉണക്കമീനും, നാരങ്ങ-അച്ചാറുണ്ട്, നമുക്ക് തൈരുണ്ട്, പിന്നെ ഉപ്പിലിട്ട മാങ്ങ, പിന്നെ നമ്മുടെ ഉണക്കമീൻ, ഇതും കൂട്ടിയാണ് നമ്മളിന്ന് കഴിക്കുന്ന വീഡിയോ.